ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് അല്ലെങ്കിൽ ജയിച്ചതുകൊണ്ടോ ഇടതുപക്ഷം ഇവിടെ ഇല്ലാതാവില്ല, തോറ്റാലും ഇല്ലാതാവില്ല. കാരണം അത്രമാത്രം വെൽ നെറ്റ്വർക്ക്ഡായ, വളരെ അടിസ്ഥാന തലത്തിൽ കമ്മിറ്റഡായ പാർട്ടി കേഡറും അനുഭാവികളും ഉള്ളൊരു സ്ഥലമാണിത്. പക്ഷേ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിക്കാവുന്നത് വലിയ ഒരു നഷ്ടമായിരിക്കും തോറ്റാൽ. ജയിച്ചാൽ അതിന് വിപരീതമായി ഇപ്പോഴും സംഘപരിവാറും അതുപോലെ തന്നെ മോദി സർക്കാരും സ്വീകരിക്കുന്ന നയങ്ങൾ, നിലപാടുകൾ, ഇതിനോടെല്ലാം എതിർത്ത് നിൽക്കുന്ന ഒരു സാന്നിധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും ഉണ്ട് എന്ന് വരുന്നൊരു സാഹചര്യം വരും. മാധവൻകുട്ടി സാർ, ഇവിടെ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ബംഗാളിൽ ഒക്കെ ഇടതുപക്ഷം വൻപിച്ച വിജയം നേടിയ അധികാരത്തിലിരുന്നാണ്. പെട്ടെന്നാണ് ഒരു ഘട്ടത്തിൽ അവർ പാളീസായത്. അത് ഏറെക്കാലം എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു പെട്ടെന്ന്, ഇപ്പോൾ നേരത്തെ ശ്രീ ഗൗരി പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി സംഘടന കേഡർ പാർട്ടിയാണ്. അപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തകരൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ്. അവിടെ പൊട്ടിത്തകർന്ന സ്ഥിതിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്ത് സ്ട്രക്ചറലായിട്ട് എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായതല്ലേ, അതിൻ്റെ ജൈവപരമായ പരാജയമായി മാറുന്നതല്ലേ അതിൻ്റെ പരാജയത്തിന് ഒരു കാരണം? അല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മൾ അത്ര ലളിതമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. ഒന്ന്, ഈ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പം ഞാൻ പ്രവചിക്കുന്ന തിരിച്ചടി, ഇപ്പം എൻ്റെ മാത്രം പ്രവചനമാണ് അത്. ഒരു പക്ഷേ എൻ്റെ പ്രവചനം തെറ്റിയേക്കാം. CPM ശക്തമായി തിരിച്ചു വരുന്നു. അപ്പം ഞാൻ കാണുന്ന കാഴ്ചപ്പാട് കുറച്ച് മണിക്കൂറുകൾക്കകം CPM-നൊരു തിരിച്ചടി നേരിടും. ആ തിരിച്ചടി ഒരു പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം മാത്രമെടുത്തും ബംഗാളിലെ കാര്യം മാത്രമെടുത്തും പറയേണ്ടതല്ല. കാരണം ഒരു പക്ഷേ 1989 മുതൽ സോവിയറ്റ് യൂണിയൻ്റെ അന്തർസ്ഫോടനം മുതൽ ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വമ്പിച്ച ചരിത്രപരമായ തിരിച്ചടിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ CPM കുറച്ചു കാലത്തേക്ക് അതിനെ പിടിച്ചു നിർത്തിയ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM ആയിരുന്നു. പക്ഷെ ആ കാലവും കഴിഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കാഡർ ബേസ്ഡ്, ഒരർത്ഥത്തിൽ ഇപ്പോഴും സ്റ്റാലിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു സംഘടനാ രീതി പിന്തുടരുന്ന, രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻ്റർനാഷണലിൻ്റെ പഴയ ഒരു കാലഘട്ടത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രൂപം ഇത്രകാലം കൊണ്ട് നടക്കാൻ കഴിഞ്ഞതിന് അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ ഇതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട്. രണ്ട്, ഇവിടെ ഗൗരിയും താങ്കളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തങ്ങൾ ഒരു തോൽവിയിലേക്കാണ് പോകുന്നത്, അതനുസരിച്ച് അതിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള സുചിന്തിതമായ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് CPM-ന് പോകാൻ കഴിഞ്ഞില്ല. അതാണ് ബംഗാൾ കാണിക്കുന്നത്. ബംഗാൾ വളരെ ലളിതമായിരുന്നു പ്രശ്നം. നമ്മളെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് നന്ദിഗ്രാം, അതെ. അപ്പം അതെന്തായിരുന്നു? അത് ഈ പ്രശ്നം ഇവിടെ ഇന്ത്യയിൽ മാത്രമായി ഒരു പ്രാദേശിക ഭരണം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരണമെന്ന് അവർ കണ്ടെത്തിയ പരിഹാരം, ബുദ്ധദേവും മറ്റും കണ്ടെത്തിയ പരിഹാരം മുതലാളിത്ത വ്യവസായ വികസനം, കൃഷിയെ സംരക്ഷിച്ചു കൊണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അത്തരത്തിലുള്ളൊരു കണക്ക് കൂട്ടൽ തകർത്തുകൊണ്ടാണ് ബംഗാളിലെ കർഷക ജനത ഒന്നടങ്കം ആ പാർട്ടിക്കെതിരായി അടിപടലം പോയത്. ഇതാണ് സംഭവിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ തിരിച്ചു വരാത്ത വണ്ണം തോൽക്കുന്നത്, അതാണ് അതിൻ്റെ അപകടം. നിങ്ങൾക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റിട്ടുണ്ട്. 77 അജിത്തിന് അറിയാമല്ലോ എത്ര തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റിട്ടുണ്ട്. വിഭജന സമരം കഴിഞ്ഞ് തോറ്റു, അത് കഴിഞ്ഞ് വളരെ കാലം തിരിച്ചു വരാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. തിരിച്ചു വരാൻ കഴിയാത്ത വിധമുള്ള ഒരു തിരിച്ചടി ആയിരിക്കുമോ കേരളത്തിലെ CPM-നെ നേരിടുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെന്താ ആ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താ? കാരണം നേരത്തെ ശ്രീ ഗൗരിയൊക്കെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി ഇവിടെ ഒരു കേഡർ പാർട്ടിയുണ്ട്. ബംഗാളിലെ പോലെയല്ല, ഇതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആൾക്കാരെയൊക്കെ, കേഡർമാരെയൊക്കെ തൃപ്തിപ്പെടുത്തത്തക്ക സാമ്പത്തിക സുരക്ഷിതത്വം, ജോലിയൊക്കെ കൊടുക്കത്തക്ക സംവിധാനമുണ്ട്, ലോൺ കൊടുക്കത്തക്ക സംവിധാനം. അങ്ങനെ ഒരു മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംവിധാനം മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ഗ്രാമങ്ങളിലും, മിക്ക ഗ്രാമങ്ങളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസരത്തിൽ എന്താണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ കുറച്ചുകൂടി?
പിടിച്ചു നിൽക്കാൻ കഴിയും. അതിന് താങ്കൾക്ക് അജിത്തിന് അറിയാമായിരിക്കും എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം ഇന്ന് കേരളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സഹകരണ പ്രസ്ഥാനം, അതിലൂടെ ജോലി കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്ത് വലിയ ഒരു എന്താ പറയുക, അത് ഒരു വലിയ നെറ്റ്വർക്കാണ് കേരളത്തിലെ ആളെ നിലനിർത്തുന്നതിൻ്റെ ഒരു കാര്യം. 2, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണവും നമുക്ക് മാസം പാർട്ടിക്ക് കിട്ടും, അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന വലിയ NGO പബ്ലിക് സെക്ടർ തൊഴിലാളികളുടെ കേന്ദ്രീകൃത സംഘടനകൾ. 3, സ്കൂൾ അധ്യാപകരുടെ സംഘടനകൾ. ഇതാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സംഘടനാപരമായ അടിത്തറ. ഈ അടിത്തറ പോകാൻ നിമിഷങ്ങൾ മതി. താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആസ്പിരേഷണൽ മധ്യവർഗം അല്ലെങ്കിൽ പോലും ഒരു 20,000 രൂപ കിട്ടുന്ന ശമ്പളക്കാരൻ പോലും 50,000 1 ലക്ഷക്കാരനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ളൊരു മധ്യവർഗ സമൂഹത്തിൽ അധികാരത്തിൽ നിന്ന് നീണ്ടകാലം മാറി നിന്നാൽ ഇതെല്ലാം തകരും. പിന്നെ ഇതിൽ വളരെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ അത് സൂചിപ്പിച്ചില്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട്. ഇത് സംഭവിക്കുന്നത് 10 കൊല്ലം 12 കൊല്ലം മുമ്പാണെങ്കിൽ ഇത് വ്യത്യസ്തമായി ഞാൻ അവതരിപ്പിക്കുമായിരുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അധികാരത്തിൽ നിന്ന് അതിവേഗമൊന്നും ഇറങ്ങാൻ സാധ്യതയില്ലാത്ത RSS BJP ആണ് യൂണിയൻ സർക്കാർ ഭരിക്കുന്നത്. അതുകൂടി ഈ CPM-ന്റെ തിരിച്ചടിയെ എങ്ങനെ ബാധിക്കുമെന്ന് താങ്കൾക്ക് ആലോചിക്കാം. ഒരു കോൺഗ്രസ് ഗവൺമെൻറ് നിന്നിരുന്നപ്പോൾ പോലെ 60 സീറ്റ് പാർലമെൻറ്റ് അംഗങ്ങളുണ്ടായിരുന്നു, 40 അതുപോലെ അല്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സഹകരണ മേഖല പിടിച്ചെടുക്കാൻ എളുപ്പമാണ് RSSന്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദേശീയ സാഹചര്യത്തിൽ ആ ദേശീയ സാഹചര്യത്തിൽ CPM-നുണ്ടാകുന്ന ഏത് തിരിച്ചടിയും തിരിച്ചു വരാൻ കഴിയാത്ത വിധം മാരകമാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് സാറേ, നമ്മുടെ പ്രേക്ഷകർക്കായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ഫലങ്ങൾ എങ്ങൊന്നും വന്നിട്ടില്ല. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. 8:30 മുതൽ മറ്റേ മെഷീൻ തുറക്കും എന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു സൂചനകൾ ലഭിച്ചാൽ ഏകദേശം ട്രെൻഡ്, നമുക്ക് കേരളത്തിലെ ട്രെൻഡൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും. പക്ഷേ ആദ്യ മണിക്കൂറിൽ തന്നെ കേരളം എങ്ങോട്ടാ തരംഗമുണ്ടെങ്കിൽ, കേരളം എങ്ങോട്ടാ നെക്ക് ടു നെക്ക് ആണെങ്കിൽ കുറച്ച് പ്രയാസം. തരംഗം ഉണ്ടെങ്കിൽ തരംഗം ഉണ്ടോ ഇല്ലയോ വേഗം അറിയാം, വളരെ വേഗം. മണ്ഡലങ്ങളും എണ്ണി തുടങ്ങുന്ന ഏതെല്ലാം വാർഡുകളാണെന്ന് അറിഞ്ഞാൽ ഉടനെ പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത് മാധവൻകുട്ടി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയും ഒരുപക്ഷെ കേരളത്തിൽ സംഭവിക്കാവുന്നത് എന്ത് എന്നുള്ള ഒരു വിഷയം ആലോചിക്കുമ്പോൾ, ബംഗാളിലെ ഒരു വർഗ വിഭജനം, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിഭജനം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഇന്നും ബംഗാൾ സന്ദർശിച്ചാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അത്ര ഭീകരമാണ്. 30-33 വർഷം അധികാരത്തിലിരുന്നിട്ട് ആ വിഭജനത്തെ കുറയ്ക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണങ്ങൾ പോലും ഇന്നേ വരെ പോയി തിരിച്ച് എന്ന് അന്വേഷിച്ചിട്ടില്ല. ഒന്നാണ്. നേരെ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രീ മാധവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ വലിയൊരു മധ്യവർഗത്തിൻ്റെ സമൂഹമാണിത്. മധ്യവർഗം, നമ്മൾ അടങ്ങുന്ന മധ്യവർഗം കള്ളന്മാരുടെ ഒരു സമൂഹമാണെന്ന് ഞാൻ പറയും. നമ്മൾ ഇരുട്ടിലൂടെയാണ് നമ്മുടെ നിലപാട് മാറ്റങ്ങളെല്ലാം സാധിച്ചെടുക്കുക, നമ്മളെല്ലാവരും. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഈ പറയുന്ന ദേശീയ തലത്തിൽ പ്രാബല്യം നേടിയിട്ടുള്ള രാഷ്ട്രീയ ആശയത്തിന് കേരളീയ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വളരെ വിമർശിക്കപ്പെടേണ്ട തരത്തിലുള്ള ഉത്തരവാദിത്ത രാഹിത്യം കാണിച്ചു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തമുള്ളൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിനുള്ള ആ ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് അവരുടെ മുന്നിലേക്ക് എടുത്തെറിയും എന്നാണ് എൻ്റെ തോന്നൽ. നമ്മൾ ഈ പറയുന്ന പോലെയാണ് ഇത് ഫലങ്ങൾ വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പോട്ടെ. അങ്ങനെ ഒരുപക്ഷെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇനി എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാനാവുന്ന തരത്തിൽ മാറാം എന്നും നമ്മൾ ആലോചിക്കണം.
ആകെയുള്ള 95 MLA-മാരിൽ 55 MLA-മാരെ വീണ്ടും രംഗത്തിറങ്ങിക്കൊണ്ടാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരാൾക്ക് ഒരു ചാൻസ് കൊടുക്കാനാവാത്ത തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നതെന്നുള്ളതിൻ്റെ സൂചനയാണത്. ഈ MLA-മാരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ MLA-മാർ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ ആദരണീയമായൊരു കാര്യമാണ്, അഭിനന്ദനീയമായ കാര്യമാണ്. പക്ഷേ അതിൽ മാത്രമാണോ രാഷ്ട്രീയം ഒതുക്കേണ്ടത്? പ്രത്യേകിച്ച് ശ്രീ മാധവൻകുട്ടി ഇന്ന് സൂചിപ്പിച്ച സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇന്നൊവേഷൻ എന്ന് പറയാവുന്ന രാഷ്ട്രീയമായിട്ട് പുത്തൻ രീതികൾ അവലംബിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുള്ളൊരു സാഹചര്യത്തിൽ ഒരാളുടെ ചിത്രത്തിലേക്ക് ഒതുങ്ങി, ഒരേ തരം ക്യാമ്പയിനിലേക്ക് ഒതുങ്ങി ജെൻസിയുടെ വോട്ട് ആണ് നമുക്ക് വേണ്ടത് എന്ന തരത്തിലുള്ള ഒരുതരം മായികമായൊരു ചിത്രം ഉണ്ടാക്കിക്കൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആ ചിന്തകൾ നടക്കുന്നത് ചിലപ്പോൾ ബോംബെയിലെ ഏതോ ക്യാമ്പയിൻ അഡ്വർടൈസ്മെൻറ്റ് പ്ലാനിംഗ് റൂമിലാണ്, കേരളത്തിലല്ല. ഇടതുപക്ഷത്തിൻ്റെ AKG സെൻറ്ററിലല്ല, MN സ്മാരകത്തിലല്ല. അവിടെ ആയിരിക്കും ഒരുപക്ഷെ പാളിച്ച പറ്റുക. ആദ്യ ലീഡ് UDF-ന് 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം. അതായത് 2 സീറ്റിൽ കേരളത്തിലെ UDF ലീഡ് ചെയ്യുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ലീഡ് ചെയ്യുന്നു. കേരളത്തിലാകെ 2 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു എന്നാണ് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലാണ്, സിദ്ദിഖ് മുന്നിലാണ്. അങ്ങനെ 2 സീറ്റിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. LDF 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. LDF 1 സീറ്റിൽ പാറശാലയിൽ CK ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പാറശാല ഇപ്പോൾ LDF രണ്ടും ഒപ്പത്തിനൊപ്പമായിട്ടുണ്ട്. LDF 2 സീറ്റ്, UDF 2 സീറ്റ്. ഇത് ഫലസൂചികയാണെങ്കിൽ നെക്ക് ടു നെക്കാണ്. LDF 3 സീറ്റിലായി. അപ്പോൾ LDF 3, UDF 2. ഇത് ഫലസൂചികയായി കണക്കാക്കാമെങ്കിൽ ഇവിടെ കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഫലസൂചികയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ആണെങ്കിൽ LDF 3 സീറ്റിലും UDF 2, LDF 4 സീറ്റിലേക്ക് വന്നിരിക്കുന്നു, UDF 2 സീറ്റ്. BJP 1 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നില്ല. ഇതൊരു ഫലസൂചികയായി കണക്കാക്കാമെങ്കിൽ ചേർത്തലയിൽ പ്രസാദ് മുന്നിലാണ്. അതുപോലെ തന്നെ CK ഹരീന്ദ്രൻ പാറശാലയിൽ മുന്നിലാണ്. മാനന്തവാടിയിൽ OR കേളു മുന്നിലാണ്. പറവൂർ സതീശനും മുന്നിലാണ്. വീണ്ടും LDF 5, UDF 3 എന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. LDF 5, UDF 3 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. BJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നില്ല. LDF 5, UDF 3. അതിൽ BJP 1 സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല. ഇതൊരു ഫലസൂചികയായി കണക്കാക്കാൻ പറ്റുമോ ശ്രീ മാധവൻകുട്ടി സാർ? ഇല്ല അജിത്ത്, അത് അടിസ്ഥാന കാര്യമാണ്. ഒരു മണ്ഡലത്തിൽ എവിടെ ആദ്യം വോട്ട് എണ്ണിത്തുടങ്ങുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ചിലപ്പോൾ UDF വ്യക്തമായിട്ടുള്ള മേൽക്കൈയുള്ള മണ്ഡലങ്ങളായിരിക്കും, വാർഡുകളും പ്രദേശങ്ങളും ആയിരിക്കും. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആ പ്രദേശത്തുള്ളവർക്ക് ഇത് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കേളു എവിടെയാണ് ലീഡ് ചെയ്യുന്നതെന്ന് മാനന്തവാടിയിലെ സഖാക്കൾക്കും പ്രവർത്തകർക്കും അതിവേഗം മനസ്സിലാവും എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അത് കൃത്യമായ ഒരു ഫീഡ്ബാക്കുള്ള ഒരിതാണെങ്കിൽ നമുക്കിത് പറയാൻ കഴിയുമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ കാണുന്നത് കൃത്യമാണ്. തിരുവഞ്ചൂർ ജയിക്കുന്ന സീറ്റാണ്, പറവൂർ സതീശൻ ജയിക്കുന്നതാണ്, ഹരീന്ദ്രൻ ജയിക്കുന്നൊരു സീറ്റാണ് CPM-ന്റെ. ഇത്തരത്തിൽ ഇപ്പോൾ വളരെ NDA 1 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അല്ല, നമ്മളത് പക്ഷെ ഇവിടെ നമ്മൾ തുടക്കത്തിൽ അജിത്ത് അത് വേണ്ടത്ര അത് നമ്മൾ മുന്നോട്ട് വച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഇവിടെ BJP-യുടെ പെർഫോമൻസിൻ്റെ അളവുകോലാണ്. അത് തികച്ചും നമ്മൾ വീണ്ടും നമ്മുടെ പ്രേക്ഷകരോട് പറയണം. നിർണായകമാക്കുന്നത് ഇന്ത്യയിലെ ഭരണ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ കേരളത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് അവർക്ക് ഇതുവരെ കടന്നു കയറാൻ കഴിയാത്ത വോട്ടുകളെ സീറ്റാക്കുക എന്ന ആ ബാലികേറാമല അവർ ഇത്തവണ UDF മുന്നിൽ വന്നു. വീണ്ടും UDF 9 സീറ്റ്, LDF 7 സീറ്റ്, BJP 1 സീറ്റ്, NDA 1 സീറ്റ്. അത് അങ്ങനെ വീണ്ടും 11 സീറ്റ് UDF, LDF 8 സീറ്റ്, 12 സീറ്റ് UDF 12 സീറ്റിലേക്ക് മുന്നോട്ട് വന്നു നിൽക്കുന്നു. LDF 9 സീറ്റിൽ
ഇതിൽ നിന്നും നമുക്കൊരു വീണ്ടും LDF 10 സീറ്റ്, UDF 12 സീറ്റ്, ഇതിൽ നിന്ന് ഒരു നെക്ക് ടു നെക്കിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നൊരു സംശയം. പറയാൻ പറ്റില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. ഒന്ന്, നമുക്ക് പരിചിതമായ സീറ്റുകളൊക്കെ നമുക്ക് അത്ഭുതമില്ല. ഇപ്പം തിരുവഞ്ചൂരാണെങ്കിലും സതീശനാണെങ്കിലും. പക്ഷേ സിദ്ദിഖ് അല്ലെങ്കിൽ G സുധാകരൻ അല്ലെങ്കിൽ K സുരേന്ദ്രൻ ഇങ്ങനെ തുടങ്ങിയുള്ള സീറ്റുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിലൊക്കെയാണ് പൊളിറ്റിക്സ് കിടക്കുന്നത്. അതിലാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന രാഷ്ട്രീയം പ്രവർത്തിക്കപ്പെട്ടത്. അപ്പോൾ ആ നിലയ്ക്ക് സുധാകരൻ മുന്നിൽ തീർച്ചയായും നേരത്തെ സലാമായിരുന്നു ആദ്യമായി നമ്മൾ. പക്ഷേ ഈ എണ്ണുന്ന വോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണല്ലോ. അതുകൊണ്ട് അതിൽ നമുക്ക്, പക്ഷേ പോസ്റ്റൽ വോട്ടിൽ ഒരിക്കലും ഐക്യജനാധിപത്യത്തിന് മുന്നിൽ വന്നിട്ടില്ല. അതൊക്കെ തന്നെ വേറൊരു അതാണ് ഞാൻ നമുക്ക് ഇപ്പം ചെയ്യാമെന്ന് ഗൗരി പറഞ്ഞതാണ്. പോസ്റ്റൽ വോട്ടിൽ UDFന് ഒരു മുൻകൈ ഉണ്ടെങ്കിൽ അത് ഒരു സൂചന തന്നെയാണ്, വലിയ സൂചനയാണ്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് പോസ്റ്റൽ വോട്ടുകളാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ്. കാരണം മുതലേ മെഷീൻ തുറക്കുള്ളൂ. അപ്പം ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പറയാം. അല്ലാതെ നമുക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി LDF 23, UDF 18, NDA 1 എന്നാണ് ഇപ്പോൾ. പേരാവൂർ സണ്ണി ജോസഫ് മുന്നിലാണ്, ചിഞ്ചുറാണി മുന്നിലാണ് ചടയമംഗലത്ത്, പാലക്കാട് NMR റസാക്ക് മുന്നിൽ. റസാക്കിനെ എല്ലാവരും എഴുതിത്തള്ളുകയാണ്. അപ്പോൾ തുടക്കത്തിൽ LDF 25, UDF 22 എന്ന് പറയുമ്പോൾ അത് പോസ്റ്റൽ വോട്ട് ആണെങ്കിൽ പോലും ഒരു പോസ്റ്റൽ വോട്ടിൽ നേരത്തെ പറഞ്ഞു പോസ്റ്റൽ വോട്ടിൽ ഒരു സ്വഭാവമുണ്ട്. അതിന്റെ ഒരു LDF സ്വഭാവമാണ് സാധാരണ കാണുന്നത്. കാരണം അവരെ കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇത്തവണ പക്ഷേ ഒരു സംഭവം മലയാളി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കുറെ പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോളിംഗ് ഡ്യൂട്ടിക്കുള്ളത്. അതിന് മലയാളിക്ക് യാതൊരു പ്രക്ഷോഭം, ഒരു അസ്വസ്ഥതയും ഞാൻ കണ്ടില്ല. എത്ര വേഗമാണ് ജനാധിപത്യ ബോധം പോകുന്നത്. അപ്പോൾ കേരളത്തിലെ NGOമാരായിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ജനങ്ങളുടെ മാത്രമല്ല ഏറ്റവും പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയ ഒരു സെക്ഷനുമാണ് അവർ. പറഞ്ഞ പോലെ കേരളത്തിന് വലിയൊരു ഇല്ല, കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്യുകയും. അപ്പം ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ NGOമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും സമരം ചെയ്യാൻ വലിയ താല്പര്യമില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കി. അത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ മധ്യവർഗവൽക്കരണത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു നിമിഷം കൊണ്ട് ഈ NGO യൂണിയൻ എല്ലാം BJPയോ VMSO ആവാം, ഈ സ്കൂൾ അധ്യാപകർ അങ്ങോട്ടാവാം, സഹകരണ സംഘ സെക്രട്ടറി അങ്ങോട്ടാവാം. ഇത് കേരളത്തിൻ്റെ ഒരു വർഗ അടിത്തറ മാറിയതിന്റെ ഒരു ഈ പാവം പട്ടിണി എന്നൊക്കെ പറഞ്ഞ നമ്മൾ പട്ടിണി എന്താ ഇവിടെ അതിദാരിദ്ര്യം വീട്ടിൽ TV ഇല്ല, അതാണ് ദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം. തീർച്ചയായിട്ടും വളരെ പാവങ്ങൾ കാണും, ഈ ഏണിംഗ് മെമ്പർ ഇല്ലാത്ത കുടുംബങ്ങളൊക്കെ ഡെസ്റ്റിറ്റ്യൂട്ട് പറയാവുന്നവരുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു സമൂഹം വന്നു കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തെ വേറൊരു രീതിയിലേക്ക് ഇനി വളർത്തിക്കൊണ്ടുവരണം എന്ന ചിന്ത വരുന്നത്. അത് കണ്ടെത്തൽ ന്യായമാണ്. പക്ഷേ അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി കിഫ്ബി ഈ വൻ കുത്തകകൾ സ്വീകരിക്കുക. എന്നിട്ടിപ്പോൾ ഒരു വലതുപക്ഷ പ്ലാനിംഗ് അംഗം പറഞ്ഞു ന്യൂ ലെഫ്റ്റ് ആണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഇടതുപക്ഷം, ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വേറൊരു അർത്ഥമാണ്. ഇത് കൂടുതൽ റാഡിക്കലായ, കൂടുതൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന. അപ്പോൾ ഞങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു CPIയുടെ പ്രതിനിധിയായ പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ, അദ്ദേഹം ഡോക്ടറേറ്റും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം എത്ര ലളിതമായിട്ടാണ് പറയുന്നത്, ഇതുവരെ 10 കൊല്ലം നമ്മൾ ഒരു ന്യൂ ലെഫ്റ്റ് രാഷ്ട്രീയമായിരുന്നു എന്ന്. അത് വലിയൊരു പാരഡോക്സും ഒരു പരിഹാസവും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. LDF 46, UDF 32, NDA 2 സീറ്റിൽ മുന്നിട്ട്, സീറ്റിലല്ല രണ്ടിടത്ത് നിൽക്കുന്നു. LDF 46, UDF 34, ബിന്ദുകൃഷ്ണ മുന്നിലാണ് കൊല്ലം. എന്തായാലും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വോട്ട് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോഴാണ് ഇത് സാധാരണ പോസ്റ്റൽ ബാലറ്റിൽ എണ്ണുമ്പോൾ LDF ആണ് എക്കാലത്തും മുന്നിൽ നിൽക്കാറുള്ളത്. അത് ആവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. പക്ഷേ നമുക്ക് വലിയ വ്യത്യാസം ഇല്ല. പെട്ടി പൊട്ടിക്കുമ്പോൾ, അതായത് മെഷീൻ തുറക്കുമ്പോൾ മാത്രമേ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. പക്ഷേ അജിത്ത്, ഒരു കാര്യം ശ്രദ്ധയില്ല, ഞാൻ നിരവധി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്തവണ കണ്ട ഒരു കാര്യം, UDFന്റെ ആത്മവിശ്വാസം.
ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. LDFിൻ്റെ വിശ്വാസക്കുറവ്, ഇത് രണ്ടും നേരിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സൂചികയാണ്. നിങ്ങളോട് നുണ പറയാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഒരു തവണയോ പണ്ട് 56 മറ്റോ ഒരു കോൺഗ്രസ് ജയിച്ചതൊഴിച്ച് അധികവും, പിന്നെ പ്രതാപൻ്റെ 2 തവണയും ഒഴിച്ച് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ സഖാക്കളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഇല്ലാത്ത ഒരു വളരെ 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 ഇത് വളരെ അത്ഭുതകരമാണ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഗോപാലകൃഷ്ണൻ, തിരുവിതാംകൂർ, കൊച്ചി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത്തവണ വിജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സഖാക്കളുടെ അവരുടെ മുഖത്തുള്ള ഒരു വിശ്വാസക്കുറവ്, അത് ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല, വളരെ രസമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മളിവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് അത് നിങ്ങൾ ഒരുപക്ഷെ നമുക്ക് വേറെ ആർക്കും ഒരു ചാനലിലൊന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യം, നമ്മുടെ NS മാധവൻ, എൻ്റെ കൂട്ടുകാരനോട് NS മാധവൻ വളരെ അദ്ദേഹത്തിന് ഈ ഇത്തരം ഒരു പ്രവചനം അദ്ദേഹം നടത്താറുണ്ട്. ഫുട്ബോളിൽ അദ്ദേഹം നടത്തും, അദ്ദേഹം ഫുട്ബോൾ. അപ്പോൾ ഇത്തവണ അദ്ദേഹം എല്ലാം കാറ്റിനെതിരെ ഇത്തവണ 78 സീറ്റോടുകൂടി LDF തിരിച്ചു 3ാം മുന്നണി വരുമെന്ന് ആരും പറയാത്ത ധൈര്യത്തോടുകൂടി എന്തെല്ലാമോ കണക്കുകൾ വെച്ച് ജില്ലാതലത്തിൽ കണക്കുകൾ വെച്ചു. അപ്പോൾ അതിലെ രസം തിരുവനന്തപുരം ജില്ലയിൽ UDFന് ആകെ 2 സീറ്റ് കൊടുക്കുമെന്നാണ് മാധവൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു പൊതു സുഹൃത്ത് പറഞ്ഞത്, ഇത് വന്നതിന് ശേഷം തീരെ ആത്മവിശ്വാസമില്ലാത്ത പല LDF സ്ഥാനാർത്ഥികളും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഞങ്ങൾ ജയിക്കാൻ സാധ്യത, അതിന് ഞങ്ങൾക്ക് പോലും പേടിച്ചിരിക്കുമ്പോഴാണ് ഇത് ഞാൻ പറയുന്ന ഒരു തരം മലയാളിയുടെ ഒരു നർമ്മത്തിനും കൂടി നമ്മൾ കുറച്ച് വെറുതെ കപട ഗൗരവത്തിൽ ഇത് സംസാരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. മാധവൻ ഇത് ഗൗരവത്തോടെ അല്ല, മാധവൻ ഒരു കുസൃതിക്കാരനാണ്. ആ രാഷ്ട്രീയ കുസൃതി പോലെ അത് ചെയ്തു. പക്ഷെ അദ്ദേഹം പേടിച്ചു പോയി. MLA-മാർ തുടർച്ചയല്ല സ്ഥാനാർത്ഥികൾ വിളിക്കുന്നു, ഇത് ശരിയാണ്, അതെന്താണ് ഞങ്ങൾ ജയിക്കുന്ന കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ആ രഹസ്യം ഞാൻ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം കഴിഞ്ഞു. അപ്പൊ അത് അത്ര അവിശ്വസനീയമാണ്. തിരുവനന്തപുരത്ത് 2 സീറ്റ് മാത്രമേ UDFന് കിട്ടുള്ളൂ എന്ന് പറയണമെങ്കിൽ അതിന്റെ അവിശ്വസനീയത അത്ര. തീർച്ചയായിട്ടും. വേറൊരു കാര്യം കൂടെ, അതായത് ഇവിടെ പ്രവചനങ്ങൾ ഒത്തിരി നടത്തല്ലോ, ഈ ചാനലുകൾ പ്രവചിച്ചു, വ്യാപകമായി പ്രവചനം നടത്തി. ആ പ്രവചനത്തിലൊക്കെ വല്ല അർത്ഥവും ഉണ്ടോ? അതോ അതൊക്കെ പണ്ടൊക്കെ പ്രണയ് റോയൊക്കെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറേയൊക്കെ ശരിയായി വന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് മനോരമ, അല്ലെങ്കിൽ ചാണക്യ, ഇവരുടെയൊക്കെയാണ് കുറച്ചടുത്ത് വന്നിട്ടുള്ളത്. അടുത്ത കാലത്ത് ആർക്കും കയറി പ്രവചിക്കാം, ഈ നാട്ടിൽ മൊത്തം കൂട്ടമായിരുന്നു. പ്രവാചകരുടെ ഒരു സമൂഹമായിരുന്നു. ഒരു മാസം കേരളം മുഴുവൻ പ്രവാചകരായിരുന്നു. അല്ല അജിത്ത്, ഇതിന്റെ പ്രശ്നം ചാനലുകളുടെ എണ്ണം കൂടുന്തോറും പ്രവാചകരുടെ എണ്ണം കൂടും. പക്ഷേ ഇപ്പോൾ ഇത്തവണ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ വളരെ കഷ്ടമായി പോയി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ഈ സെഫോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ യാതൊരു 7 അയൽവക്കത്ത് പോലും പോകാതെ, അത് പഠിച്ച ആരെയും ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെ സ്വന്തം നിലയ്ക്ക് ചില ചാനലുകൾ അവരുടെ പ്രവചനങ്ങളും അവരുടെ സീറ്റെണ്ണവും ഒക്കെ കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇപ്പോൾ സീ വാട്ടർ പോലൊരു ഒരു റെപ്യൂട്ടഡായ ഒരു ഏജൻസി, അല്ലെ ചാണക്യ, ആരെങ്കിലും ആവട്ടെ, അവർക്ക് P മാർക്കോ ആരെങ്കിലും ആവട്ടെ, അവർക്കൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. സീ വാട്ടറിനൊരു റെക്കോർഡുണ്ട്. നമ്മൾ ഒരു പ്രവചനം നമ്മൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ട്. എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം പറയാം. 2011 മനോരമ ന്യൂസിന് വേണ്ടി സർവേ നടത്തിയത് CSDS ആണ്. ആ സർവേക്ക് നേതൃത്വം നൽകിയത് ശ്രീ യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവിൻ്റെ ആദ്യ ഫലം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 101 സീറ്റ് UDFനാണ്. ഏതാണ്ട് അതിനടുത്ത് വരുന്ന സീറ്റ്. അദ്ദേഹം അത് CNN IBNലിരുന്ന് പറയുമ്പോൾ, ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ സുഹൃത്താണ് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യോഗേന്ദ്ര, ഐ തിങ്ക് യു ഹാവ് ടു ഗോ ബാക്ക് ടു യുവർ ഫിഗേഴ്സ്. നിങ്ങളുടെ അക്കങ്ങൾ നിങ്ങൾ തിരിച്ച് വീണ്ടും പരിശോധിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഒരു ക്ലോസ് ഇലക്ഷനാണ്. ഈ 2 പക്ഷവും ജയിക്കാം. ഐക്യജനാധിപത്യ മുന്നണി ജയിക്കാം, അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കാം. ജയിക്കുകയാണെങ്കിൽ 2, 3, 4 സീറ്റുകളുടെ വ്യത്യാസത്തിലായിരിക്കും. അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം, UDF 57 സീറ്റിലേക്ക് മുന്നിൽ വന്നിരിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ
ഇതാണെങ്കിൽ പോസ്റ്റൽ വോട്ടാണെങ്കിൽ 59 സീറ്റിൽ UDF മുന്നിൽ, 48ലേക്ക് LDF വന്നിരിക്കുന്നു. NDA 3 സീറ്റിൽ. ഇപ്പോൾ പോസ്റ്റൽ വോട്ടിൽ മറ്റേ യന്ത്രങ്ങൾ തുറന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് ഉണ്ട് എന്ന് അജിത്ത്, അങ്ങനെയാണെങ്കിൽ NDAക്ക് 3 സീറ്റ് കിട്ടിയത് എവിടുന്നാണെന്ന് ശ്രീ മാധവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ ആരെല്ലാമോ പോസ്റ്റൽ വോട്ട് ചെയ്തു തുടങ്ങി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ചെയ്തു തുടങ്ങി. അല്ല, അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതൊരു പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സിന് അതിന്റെ സ്ഥാനമുണ്ട്. കേരളം അംഗീകരിച്ചാൽ ചെയ്യും. അല്ലെ, അതാ ഇപ്പൊ ഏറ്റവും തമാശ. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന സ്വാഭാവികമായിട്ട് അവനെന്താ നാട് ഭരിക്കുന്ന പാർട്ടിയല്ലേ, അവർ ബംഗാളിൽ ജയിക്കാൻ പോകുന്ന പാർട്ടിയല്ലേ, ഇവിടെ കുറച്ച് മേടിച്ച എന്താ കുഴപ്പം? ഇങ്ങനെയാണ് RSSും ഹിന്ദുത്വയും ഇതിനെ സാമാന്യവൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ട്രെൻഡ് വളരെ 61-47, 61 UDF, 47 LDF. അത് പോസ്റ്റൽ വോട്ടാണെങ്കിൽ അലാമിംഗ് അല്ലേ LDFന്റെ സ്ഥിതി? അലാമിംഗ് ആണ് തീർച്ചയായിട്ടും. LDFന് കിട്ടേണ്ട വോട്ടുകൾ, അതിൽ കിട്ടേണ്ട വോട്ടുകളിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ പട്ടാളത്തിലുള്ളവരുടെ വോട്ടുകൾ ഇല്ല, ഇതിൽ വന്നിരിക്കാൻ വഴിയില്ല. അപ്പോൾ മറുനാടൻ മലയാളികൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ, ഇങ്ങനെ ഈ പോസ്റ്റൽ വോട്ടിൻ്റെ സ്വഭാവം ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സാധാരണ മുൻകൈ കിട്ടേണ്ടത് LDFനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളികളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ല, ഇത്തവണ ഈ ഗൾഫ് യുദ്ധം കാരണം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരാതിരുന്നത് ഗുണകരമായി എന്നൊരു ഇടതുപക്ഷ പ്രവർത്തകൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഉണ്ട്. അതുകൊണ്ട് KMCയുടെ പ്രത്യേകിച്ച് നാദാപുരം ഭാഗത്തൊക്കെയുള്ള മുസ്ലിം വോട്ടർമാർ, കാസർഗോഡ് വരെയുള്ള UDF 62, LDF 48ലേക്ക് പോകുന്നു. അല്ല, ഞാനതിന് ഇതൊന്നും ഒരു ഇതൊരു മാധവൻകുട്ടിയാണെങ്കിലും ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ വഴിയിൽ നിന്നവരാ ഇപ്പോഴും. ഞാൻ അത്തരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇല്ല, ഇടതുപക്ഷത്തിന് തകർച്ച ഉണ്ടാകുമ്പോൾ ഗ്ലോട്ട് ചെയ്യുന്നവരല്ല, സങ്കടപ്പെടുന്നവരാ. തീർച്ചയായും. അപ്പോൾ നമുക്ക് അതിനെ വിമർശനാത്മകമായി, ആത്മവിമർശനപരമായി എന്തിനേയും നോക്കുന്ന പോലെ ഇതിനെ നോക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പം വാക്കുകൾക്ക് രൂക്ഷതയേറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ച, അജിത് നയിക്കുന്ന ചർച്ച ഇവിടെ 1900 ചാനലുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ചാനലിൽ നമ്മളിരിക്കുമ്പോൾ ഇതിന് വേറൊരു ആഴവും മാനവും ഉണ്ട്. ഇത് കാണുന്നവർക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ഇത് വെറും ചപ്പടാച്ചിയല്ല, വായിലെ കാറ്റുകളയലല്ല, വിശ്വസിക്കാത്തത് പറയലല്ല, അലറലല്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇതിനൊരു ചിന്തയുടെ എലിമെന്റ് ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ എന്നുള്ള ആ വ്യത്യസ്തത നിങ്ങളുടെ ചാനൽ. എനിക്ക് തോന്നുന്നു മറ്റു ചാനലുകളൊക്കെ ഈ 5-6 പേര് കിടന്ന് മുദ്രാവാക്യം വിളിക്കും. പിന്നെ നാടകം പോലെ ഓരോ റോള് കൊടുക്കുകയല്ലേ. നീ BJP അഭിനയിക്കുക, നീ CPM അഭിനയിക്കുക, അതിനൊക്കെ വരും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറയുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ നാടകമാണ്. മലയാളിലെ നാടകത്തിലെ നീ അച്ഛൻ, നീ മകൻ. അതെ, ഈ വേഷം കൊടുത്ത് അഭിനയിപ്പിക്കൽ എന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല. 10 കൊല്ലമല്ല, 5 കൊല്ലം മുമ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്രാവശ്യം ഈ മേജർ ചാനലുകൾ പോലും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഫണ്ട് വാങ്ങിച്ചു. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് തന്നെ, ഈ മരം വെട്ടി ചാനൽ, എന്തൊരു ലജ്ജാകരമായ ഒരു മുതലാളി തന്നെ, അയാൾക്ക് യാതൊരു പത്രപ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത ഒരു മുതലാളി കോട്ടുമിട്ടു വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിശാരദനെ പോലെ, പ്രൊഫഷണൽ പത്രക്കാരെ പോലെ സംസാരിക്കുന്നത് കേരളത്തിലെന്നല്ല, ഒരു മുതലാളിത്ത ലോകത്തും കണ്ടിട്ടില്ല ഞാൻ. ഒരു മുതലാളിത്ത ലോകത്തും അല്ല, അത് കണ്ടിട്ട് മറ്റു മുതലാളിമാരുടെ ഇറങ്ങി തുടങ്ങി ഉണ്ടോ? അതെനിക്കറിയണോ. ഞാൻ അത്ര ഇതിന്റെ ഒരു വലിയൊരു ആരാണ് പിന്നെ ഇറങ്ങുന്നുണ്ടോ? മുതലാളിമാർ ഇറങ്ങുന്നുണ്ടോ? അരൂർ ഇറങ്ങിയ അരൂർ മുഖ്യമന്ത്രി. വേറൊരു തമാശ, മുഖ്യമന്ത്രി ഒരു ചാനലിന്, അതോ 10-20 ചാനലിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തു. ബിഗ് ടിവിക്ക് തന്നതിന് പ്രത്യേകം നന്ദി എന്ന് പറഞ്ഞ് ഈ പറയുന്ന മഹാൻ കൊടുത്തുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ഈ ബിഗ് ടിവി എന്ന് പറയുന്ന താങ്കൾ പറഞ്ഞ പേരെന്താ ഇതിന്റെ? അരൂര് ഞങ്ങൾ പ്രത്യേകം നന്ദി. ഇത് നാണക്കേട്. ഇത് എവിടെ? ഇത് നമ്മുടെ തൊലിയൊരിക്കുന്ന പത്രപ്രവർത്തനം സജീവമായി നടത്തിയില്ലെങ്കിലും അതിൻ്റെ ഒരു വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗൗരി, നമ്മൾ ഈ പാർട്ടിയുടെ ഇന്ന് ഫണ്ട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഉളുപ്പുമില്ലാതെ ചാനലുകൾ, പത്രങ്ങൾക്ക് പരസ്യമൊക്കെ അത് രംഗത്ത് വരും. ഈ ഫണ്ടായിട്ട് വാങ്ങിച്ച് ഒരു PR വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പോലെ വേറെ ഒന്നുമായിട്ട്. അതാണ് ഈ ന്യൂ ലെഫ്റ്റിന്റെ സ്വഭാവമാണ്. ന്യൂ ലെഫ്റ്റിന്റെ സ്വഭാവം രവിരാമനും അല്ലെങ്കിൽ രാംകുമാറും ഒക്കെ ഭരിക്കുന്ന പ്ലാനിംഗ് ബോർഡിന്റെ സ്വഭാവം അതാണ്. ഇത് നടത്തേണ്ടത് കോർപ്പറേറ്റ് രീതിയിലുള്ള, ഈ പറയുന്നു 100 മീറ്ററിൽ 2 പിണറായി പോസ്റ്റർ,
അരിവാൾ ചുറ്റുകയുമില്ല, LDF-ഉമില്ല, ഒന്നുമില്ല. ഇത് ഇങ്ങനെ ഇതാണ് എന്താ സെല്ലിംഗ് ടെക്നിക്ക് ഇത് എന്ന് ആരോ പറഞ്ഞ് ഈ പുതിയ ഇടതുപക്ഷത്തെ പഠിപ്പിച്ചിരിക്കുന്നു, അത് സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ക്യാമ്പയിനെ തിരസ്കരിച്ചതാണ്. ജനം തിരസ്കരിക്കും. ഇത് ഇവരുടെ ഈ ഒന്നാമത്തെ കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം നിശ്ചയിക്കുന്നത് ഈ അടിസ്ഥാനത്തിലേ അല്ല. ഇതൊന്നും അല്ല തന്നെ. ഇത് കോർപ്പറേറ്റ് ആളുകളെ, ബ്രിട്ടാസ് പറയുന്നയാളെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് ഈ പറയുന്ന അത് അവൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക, നമ്മളത് വളരെ വികൃതമായി ചെയ്യുക. അവൻ സ്വതസിദ്ധമായി മുതലാളിത്ത ഒരു സ്ഥാപനമാണ് അവൻ്റെ പാർട്ടി, അവർക്കത് ചെയ്യാൻ കഴിയും. ഇത് CPM ചെയ്യുമ്പോൾ അതൊരു കോമാളിത്തരമായി മാറും. ഇതിലൊരു വലിയൊരു 2021 2026 ഒരു സെക്കൻഡ്. LDF 59, UDF 64, NDA 4, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 2016, 2021, 2026 ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സുപ്രധാനമായ സ്വഭാവം ഇതെല്ലാം ടാഗ് ലൈൻ ഇലക്ഷനാക്കി മാറ്റി എന്നുള്ള മുദ്രാവാക്യമല്ല, പൊളിറ്റിക്കൽ മുദ്രാവാക്യമല്ല. LDF വരും, എല്ലാം ശരിയാവും. പിന്നെന്താണ്, എല്ലാം ഉറപ്പ് 3. പിന്നെ നമ്മളല്ലാതെ മറ്റാര്. ഈ സ്ലോഗനുകളുടെ സ്വഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2016 ശരി, LDF വരും, എല്ലാം ശരിയാവും. കാരണം അതിന് തൊട്ട് മുമ്പുള്ള പൊളിറ്റിക്കൽ കയോസ് അത് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും തറച്ചിറങ്ങിയ ഒരു മുദ്രാവാക്യമായിരുന്നു, ഒരു ടാഗ് ലൈനായിരുന്നു. പക്ഷേ 2026 നമ്മളല്ലാതെ മറ്റാരെ എന്ന ചോദ്യം അറഗൻസാണ്, അഹങ്കാരമാണ്. അഹങ്കാരം ജനങ്ങൾ അംഗീകരിക്കില്ല. അതാണ് ഒരുപക്ഷെ നമ്മൾ കാണുക. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം വരുമെന്ന് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള പ്രതിക്രിയ ജനം ചെയ്യും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ജയിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് പാർട്ടിയെ പോലെ ജയിക്കുമെന്ന് ഇതിൻ്റെ നേതൃത്വത്തോട് ആരെല്ലാമോ ചില പുത്തൻ പണക്കാരും ചില പുത്തൻ കൂറുകാരും ഈ പാർട്ടിയെ വളരെ കാലമായി മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയം ഇല്ലാത്തവരുടെ കയ്യിലാണ് ഈ പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയാം. അതിന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോകട്ടെ, രാഷ്ട്രീയമില്ലാത്തവരുടെ കയ്യിൽ ഈ സർക്കാരിൻ്റെയും ഈ പാർട്ടിയുടെയും ചുമതല വന്ന് ഭവിച്ചിരിക്കുന്നു. പിണറായി വിജയനെ എനിക്ക് വളരെ അറിയാം. കാരണം ഞാൻ VS അച്യുതാനന്ദൻ്റെ ഏകാധിപത്യ പൂജ സമയത്ത് അദ്ദേഹത്തെ കൃത്യമായി ഇത് കമ്മ്യൂണിസ്റ്റ് പരിപാടിയല്ല, ഇത് ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ കുറേ ഒരു സെറ്റ് ആളുകൾ ഇങ്ങനെ നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഓതി കൊടുക്കുന്ന തീവ്രവാദമല്ലാതെ വേറെ തീവ്രവാദം ഇല്ലാതെന്നൊക്കെ നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ഒരു ഭക്തജനസംഘം അത് കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഞാൻ ഒരു നിലപാടെടുത്ത ഒരു വ്യക്തിയാണ്. അതിന് ചീത്തയും കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അതൊക്കെ തോൽക്കുന്നതിന് ഒരു അന്തസ്സോട് കൂടിയിട്ടുള്ള തോൽക്കലായിരുന്നു. പക്ഷേ ന്യൂനപക്ഷമാവുന്നതിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് തന്നെ വേറൊരു രീതിയിൽ ഇന്ന് ആവർത്തിക്കുന്നതാണ്. അന്ന് VS ഗ്രൂപ്പിന്റെ ചീത്തവിളി ഇറക്കേട്ടതുമാണ്. ഏറ്റവും മാത്രമല്ല, ഞാൻ പിണറായിയുടെ പിണിയാളാണെന്ന് വരെ പറഞ്ഞതാണ്. രാഷ്ട്രീയ സത്യം പറഞ്ഞിട്ടും ആദ്യം പറഞ്ഞവർക്ക് ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തോന്നുന്നതാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നതും അത് തന്നെയാണ്. പിണറായിയുടെ ചെവി ആര് കടിക്കുന്നുവോ അവർ ഈ പാർട്ടിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ദിശ നിശ്ചയിക്കുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.